എൻ്റെ എക്സിൻ്റെ മനസ്സ് എനിക്ക് കൃത്യമായി വായിക്കാൻ പറ്റുമെന്നായിരുന്നു 3 വർഷത്തോളം ഞാൻ വിചാരിച്ചിരുന്നത്. അവരനുഭവിക്കുന്ന ഓരോ ഫീലിങ്സും എനിക്കും ഫീൽ ചെയ്യുമായിരുന്നു. അവരെന്നെക്കുറിച്ച് എപ്പോഴാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പ്രവചിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ അവരെപ്പറ്റി ചിന്തിക്കുമ്പോഴേക്ക് അവരുടെ മെസ്സേജോ അല്ലെങ്കിൽ കോളോ എനിക്ക് വരുമായിരുന്നു. അവരെപ്പോഴാണ് സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണെന്നതിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ സോൾമേറ്റ്സ് ആണെന്നതിൻ്റെ ഉറപ്പായ തെളിവാണ് ഇതൊക്കെ എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പ്രപഞ്ചം മുഴുവൻ ഞങ്ങൾ ഒന്നിപ്പിക്കാൻ നോക്കുകയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അത്രയ്ക്ക് ഉറപ്പായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് തെറ്റി. എല്ലാം വെറും തോന്നലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. അത് ഞാൻ കരുതിയ പോലെ ടെലിപ്പതിയോ മാജിക്കോ ഒന്നും അല്ലായിരുന്നു. ഞാൻ വെറും ഒരു അഡിക്ഷനിൽ പെട്ടുപോയതായിരുന്നു. അവരുടെ പെരുമാറ്റം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ എൻ്റെ തലച്ചോറ് എന്നെ പ്രേരിപ്പിച്ചു. അതിനിടയിൽ എപ്പോഴെങ്കിലും സംഭവിച്ച ചില യാദൃശ്ചികമായ കാര്യങ്ങളെല്ലാം പ്രപഞ്ചത്തിന്റെ സൂചനകളാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എൻ്റെ മനസ്സിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കണക്ഷന് പുറകെ നടന്ന് എൻ്റെ ജീവിതത്തിലെ 3 വർഷമാണ് ഞാൻ വെറുതെ കളഞ്ഞത്. എനിക്ക് പറ്റിയ അതേ അബദ്ധം നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട വർഷങ്ങൾ കളയാതിരിക്കാൻ വേണ്ടി ഞാൻ വീണ ആ ന്യൂറോളജിക്കൽ ട്രാപ്പ് എന്താണെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായിട്ടും കാണുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ഇപ്പോൾ ഒരു പ്രത്യേക കാര്യം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ പറ്റുന്നില്ല. അവരുടെ മനസ്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന പോലെ തോന്നും. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ നിമിഷം നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അവർ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്ന അതേ സെക്കൻഡിൽ തന്നെ ഫോൺ എടുത്ത് നോക്കാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഒരു ഉൾവിളി വരും. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര മാജിക്കലായിട്ട് തോന്നും അല്ലേ? നിങ്ങൾ തമ്മിൽ എന്തോ വലിയ ആത്മബന്ധം അല്ലെങ്കിൽ സോൾ കണക്ഷൻ ഉണ്ടെന്നും നിങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണെന്നതിൻ്റെ തെളിവാണിതെന്നും തോന്നിപ്പോകും. പക്ഷെ സത്യം എന്താണെന്ന് അറിയോ? ഇതൊരു മാജിക്കും അല്ല, ഇത് വെറും സയൻസാണ്. നിങ്ങളുടെ തലച്ചോറിന്റെ കളി. നിങ്ങളുടെ ബ്രെയിന് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭീകരമായ ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരടുത്ത് എന്ത് ചെയ്യുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ നിങ്ങളുടെ തലച്ചോറിന് ഇപ്പോൾ പറ്റും. അങ്ങനെ പ്രവചിക്കുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് സത്യമാകുമ്പോൾ, അതായത് നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ, കറക്റ്റായി അവരുടെ മെസ്സേജ് വരുമ്പോൾ, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു അത്ഭുത കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ വിശ്വസിപ്പിക്കും. പക്ഷെ ഇതിന്റെ പിന്നിൽ കൺഫർമേഷൻ ബയസ് എന്നൊരു സംഭവമുണ്ട്. നിങ്ങളുടെ പ്രവചനം കറക്റ്റായ ആ ഒരു തവണ മാത്രം തലച്ചോറ് ഓർത്തു വയ്ക്കും. പക്ഷേ തെറ്റിപ്പോയ 100 തവണ ബ്രെയിൻ അങ്ങ് മറന്നു കളയും, മായ്ച്ചു കളയും. ഇതിനെയാണ് റിലേഷൻഷിപ്പ് ടെലിപ്പതി എന്ന് പറയുന്നത്. ഇത് ദൈവമായിട്ട് തന്നൊരു സമ്മാനമൊന്നുമല്ല, തലച്ചോറ് തന്നെ കെട്ടിയൊരുക്കിയ ഒരു ബയോളജിക്കൽ ട്രാപ്പാണിത്. ഇത് ഇത്ര റിയൽ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കാരണം നിങ്ങളുടെ തലച്ചോറിന്റെ ഘടന തന്നെ ഇതിനങ്ങ് മാറിപ്പോയിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തകളുടെയും ഈ നെർവസ് സിസ്റ്റത്തിന്റെയും ഒക്കെ മിക്കവാറും ഭാഗം ഇപ്പൊ ആ ഒരു വ്യക്തി കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അവരുമായിട്ടല്ല ഇപ്പോൾ കണക്റ്റഡ് ആയിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവരുടെ ഒരു രൂപത്തോടാണ്. ഇന്റേണൽ പ്രൊജക്ഷൻ എന്ന് പറയും. നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഒരു വേർഷൻ. ശരിക്കുള്ള പ്രശ്നം തുടങ്ങുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ശരിക്കും എന്താണ് നടക്കുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾക്ക് ഒരാളുടെ ഭയങ്കരമായ ഒരു അടുപ്പം തോന്നുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലെ വെൻട്രൽ സ്ട്രിയാറ്റം എന്ന ഭാഗമാണ് ആക്റ്റീവ് ആവുന്നത്. ഈ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുമ്പോൾ തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ഉണരുന്നത് അതേ ഭാഗം തന്നെയാണ് ഇതും. ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ തലച്ചോറ് അവരെ കാണുന്നത് ഒരു ലഹരി മരുന്ന് പോലെയാണ്. പക്ഷെ ഇതൊരു അഡിക്ഷൻ മാത്രമല്ല. നിങ്ങളുടെ ബ്രെയിനിലെ മിറർ ന്യൂറോണുകളും ഇവിടെ ഓവർ ടൈം ജോലി ചെയ്യുന്നുണ്ട്. ഈ ന്യൂറോണുകളാണ് ആ വ്യക്തി അടുത്ത് എന്ത് ചെയ്യുമെന്ന് മുൻകൂട്ടി അറിയാൻ സഹായിക്കുന്ന ഒരു പ്രെഡിക്റ്റീവ് മാപ്പ് നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കുന്നത്. റിലേഷൻഷിപ്പിൽ ഇതൊക്കെ വളരെ നോർമലാണ്. പങ്കാളിയുടെ ചിന്തകളുമായി ഒത്തുപോകാൻ ഇത് നമ്മളെ സഹായിക്കും. പക്ഷെ ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം. ആ റിലേഷൻഷിപ്പ് അവസാനിച്ച ശേഷവും നിങ്ങളുടെ തലച്ചോറ് ഈ മാപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ കൂട്ടാക്കില്ല. അവരെക്കുറിച്ച് ആ പഴയ രൂപം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഫുൾ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോഴും അവരെന്ത് ചെയ്യുമെന്ന് പ്രവചിക്കുന്നു, അവരുടെ ചിന്തകൾ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ലാത്ത ഒരു വ്യക്തിയോടാണ് നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് സയൻസിൽ ന്യൂറൽ പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും നിങ്ങളുമായി കണക്റ്റഡ് ആണെന്നുമാണ് നിങ്ങളുടെ തലച്ചോറ് ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പോരാത്തതിന് നിങ്ങളുടെ ഉള്ളിലെ ഡോപ്പമിൻ സിസ്റ്റം ഇപ്പോഴും അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യാദൃശ്യമായി സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തെളിവായി നിങ്ങൾക്ക് തോന്നും. അവർ ചെയ്ത എന്തെങ്കിലും കാര്യവുമായി നിങ്ങളുടെ ഒരു ചിന്ത ഒത്തുപോയാൽ ഉടനെ അതൊരു അത്ഭുത കണക്ഷനാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. പക്ഷെ ഇതൊരു കണക്ഷനല്ല, വെറും ഭ്രാന്തമായ ചിന്തയാണ്, ഒബ്സഷനാണ്. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി എന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ നിങ്ങളുടെ തലച്ചോറ് ഒരേ ലൂപ്പിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഇപ്പൊ എപ്പോഴും വിജിലന്റ് ആയ ഒരു അവസ്ഥയിലാണ്. ഹൈപ്പർ വിജിലൻസ് എന്ന് പറയാം. നിങ്ങൾ എപ്പോഴും അവരുടെ അടയാളങ്ങൾക്കായി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഓൺലൈനിൽ വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, അവരുടെ ഒരു മെസ്സേജിനായി കാത്തിരിക്കുന്നു.
ആ വ്യക്തി കൂടെ ഇല്ലാത്ത അവസ്ഥയെ ഒരു വലിയ വലിയ ത്രെട്ടായിട്ടാണ് നിങ്ങളുടെ നെർവസ് സിസ്റ്റം കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഇപ്പോൾ ഒരു സർവൈവൽ മോഡിലാണ്. ഇതാണ് നിങ്ങളെ ഈ ട്രാപ്പിൽ നിന്ന് പുറത്തു കിടക്കാൻ സമ്മതിക്കാത്തത്. അവരെ കാത്ത് നിങ്ങളുടെ ശരീരം എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ഓരോ തവണ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അല്ലെങ്കിൽ അവരുടെ പേര് കാണുമ്പോഴും നിങ്ങളുടെ നെർവസ് സിസ്റ്റം പെട്ടെന്ന് ഉണരും. വീണ്ടും ഒരു ഡോപമൈൻ ഹിറ്റ് കൂടി കിട്ടും. അങ്ങനെ ആ ലൂപ്പ് വീണ്ടും വീണ്ടും തുടരും. ഇത് ടെലിപ്പതി മാജിക്കോ ഒന്നുമല്ല. നിങ്ങൾ ആകെ ട്രോമറ്റൈസ്ഡ് ആയിരിക്കുകയാണ്. നിങ്ങളിൽ നിന്നുണ്ടായ ആ വേർപിരിയലിനെ നിങ്ങളുടെ തലച്ചോറ് എന്തോ ജീവനാപത്തായ ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരാളിലേക്ക് നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെപ്പോഴും ന്യൂറോളജിക്കലി കെട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ടെലിപ്പതിയിലോ അല്ലെങ്കിൽ സോൾ ടൈസ് പോലുള്ള കാര്യങ്ങളിലോ വലിയ വിശ്വാസം തോന്നാൻ കാരണം എന്താണെന്നറിയോ? സത്യം പറഞ്ഞാൽ ആ വേർപിരിയലിന്റെ വല്ലാത്തൊരു സങ്കടത്തിൽ നിന്നും വേദനയിൽ നിന്നും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തന്നെ ഒളിപ്പിച്ച് നിർത്താൻ നോക്കുകയാണ്. ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പോയി എന്ന് സമ്മതിക്കുക എന്നാൽ അതിനർത്ഥം എല്ലാം അവസാനിച്ചു എന്ന് ഉൾക്കൊള്ളുക എന്നാണ്. ആ സ്നേഹവും അടുപ്പവും എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമായിരുന്നെന്ന് സമ്മതിക്കുക എന്നാണ്. നിങ്ങൾക്കായി ഒരു മെസ്സേജ് പോലും അയക്കാത്ത ഒരാളെ ചുറ്റിപ്പറ്റിയാണ് നിങ്ങളുടെ മനസ്സ് ഒരു വലിയ ലോകം തന്നെ കെട്ടിപ്പടുത്തെന്ന് തിരിച്ചറിയുക എന്നാണ്. അത് താങ്ങാൻ നിങ്ങളുടെ മനസ്സിന് കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ തലച്ചോറ് അതിന് പകരമായിട്ട് മറ്റൊരു കഥ ഉണ്ടാക്കിയെടുക്കും. നമ്മളെപ്പോഴും കണക്കിടാണ്. അവരിപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പ്രപഞ്ചം നമ്മളെ വീണ്ടും ഒന്നിപ്പിക്കാൻ നോക്കുകയാണ് എന്നൊക്കെ നമ്മളങ്ങ് സ്വയം വിശ്വസിക്കും. ഈ കഥകളെല്ലാം സത്യത്തിൽ നിങ്ങളുടെ മനസ്സുണ്ടാക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഒരാളെ പൂർണ്ണമായും മറന്നു കളയുന്നതിനുള്ള ആ ഒരു കഠിനമായ വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങളുടെ മനസ്സ് കണ്ടുപിടിച്ച വഴി. കൺഫർമേഷൻ ബയസ് ഈ വിശ്വാസത്തെ വീണ്ടും കൂട്ടും. അവരെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ചിന്തയും ഇല്ലാത്ത ദിവസങ്ങളെ നിങ്ങൾ വകവെക്കില്ല, മൈൻഡ് ചെയ്യില്ല. ഒരിക്കലും വരാത്ത അവരുടെ മെസ്സേജുകൾ നിങ്ങൾ മറന്നു കളയും. പകരം എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയ കാര്യം മാത്രം മനസ്സ് വലുതായിട്ട് കാണിക്കും. അതൊരു ദൈവനിശ്ചയമാണെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യും. പക്ഷെ സയൻസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇവിടെ അങ്ങനെയുള്ള അത്ഭുത കണക്ഷൻസ് ഒന്നുമില്ല, ടെലിപ്പതിയും ഇല്ല. നിങ്ങളുടെ തലച്ചോറ് ഇല്ലാത്ത കണക്ഷനുകളിൽ വെറുതെ ഭാവനയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ കണിയിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ തലച്ചോറ് ആ വ്യക്തിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ മനസ്സാന്നിധ്യത്തെയോ അല്ലെങ്കിൽ മറന്നു കളയാനുള്ള നിങ്ങളുടെ കഴിവിൻ്റെയോ മാത്രം പ്രശ്നമല്ല. ഇതൊരു അഡിക്ഷനാണ്. ഈ അഡിക്ഷനെ നമ്മൾ ഇല്ലാതാക്കിയേ പറ്റൂ. അതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമതായിട്ട് ചുറ്റുപാടുകളിൽ മാറ്റം വരുത്തുക. റാഡിക്കൽ എൻവയോൺമെന്റൽ ബൗണ്ടറീസ് എന്ന് പറയും. അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നോക്കുന്ന പാടയെ നിർത്തുക. നിങ്ങൾക്ക് മനസ്സാന്നിധ്യം ഇല്ലാത്ത കൊണ്ടല്ല നിങ്ങൾ നോക്കുന്നത്, മറിച്ച് ഓരോ തവണ നോക്കുമ്പോഴും നിങ്ങളുടെ തലച്ചോറിന് ഒരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന ഓരോ തവണയും നിങ്ങൾ ആ അഡിക്ഷനെ വീണ്ടും വളർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി നോക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മാറ്റുക. ഈ ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്യാം. പിന്നെ അവരെ വാട്സപ്പിലും ഇൻസ്റ്റയിലും അവരെ കാണാൻ സാധ്യതയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ബ്ലോക്ക് ചെയ്യാം. അവരെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ അഡിക്റ്റഡ് ആയ ബ്രെയിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാക്കുക. അപ്പോൾ തലച്ചോറ് തനിയെ ആശ്രമം ഉപേക്ഷിച്ചോളും. രണ്ടാമതായിട്ട് പെട്ടെന്ന് വരുന്ന ചിന്തകളെ വെറും ബ്രെയിൻ സിഗ്നലുകൾ മാത്രമായിട്ട് കാണുക. ബയോളജിക്കൽ നോയ്സ് എന്ന് പറയും. അവരെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ടെൻഡൻസി തോന്നുമ്പോൾ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ തലച്ചോറിലെ അഡിക്ഷൻ സർക്യൂട്ട് വർക്ക് ആവുന്നതുകൊണ്ടാണ്. അതൊരു ഗോഡ് വില്ലിങ്ങോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൂചനയോ ഒന്നുമല്ല, വെറും ന്യൂറോ ബയോളജിയാണ്. അതൊരു വെറും നോയ്സ് അല്ലെങ്കിൽ വെറും ഒരു ചിന്ത മാത്രമാണെന്ന് നിങ്ങൾ സ്വയം പറഞ്ഞുറപ്പിക്കുന്ന നിമിഷം ആ ചിന്തയുടെ പവർ അങ്ങ് പോകും. മൂന്നാമതായിട്ട് നിങ്ങളുടെ മനസ്സിലെ ആ പഴയ മാപ്പ് മാറ്റി പുതിയതുണ്ടാക്കുക. റീബിൽഡ് യുവർ ഇന്റേണൽ മോഡൽ എന്ന് പറയും. ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയായിരുന്നല്ലോ നിങ്ങളുടെ തലച്ചോറ് ഇത്രയും കാലം ജീവിച്ചത്. ഇനി ആ ചിന്തകളെല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചുവിടുക. നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി സമയം തരുന്ന ആളുകളിലേക്ക് നിങ്ങളുടെ എനർജി കൊടുക്കുക. ഇത് നിങ്ങളുടെ ഡോപ്പമിൻ സിസ്റ്റത്തെ മൊത്തത്തിൽ മാറ്റിയെടുക്കും. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അംഗീകാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം സ്വന്തം നേട്ടങ്ങളിലൂടെ സന്തോഷം കണ്ടെത്താനും നിങ്ങളുടെ മനസ്സ് പഠിക്കും. നാലാമതായിട്ട് ആ നഷ്ടത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുക. പ്രോസസ് ദ ആക്ച്വൽ ലോസ്. സങ്കടപ്പെടുക എന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പലരും ആ സങ്കടത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് ഈ അത്ഭുത കണക്ഷൻസിൽ ഈ കഥകളിലൊക്കെ പോയിട്ട് അഭയം പ്രാപിക്കുന്നത്, അല്ലേ? പക്ഷേ ഈ വേദനയിലൂടെ കടന്നുപോയി മാത്രമേ പരിഹാരമുള്ളൂ. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന സത്യം ഉൾക്കൊണ്ട് സങ്കടപ്പെടാൻ നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കുക. ആ വേദന പൂർണ്ണമായി അനുഭവിച്ച് തീർത്താൽ മാത്രമേ ഈ ന്യൂറോളജിക്കൽ കെണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റൂ. നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ വലിയൊരു മാറ്റം വരും. അവരെക്കുറിച്ചുള്ള ചിന്തകളുടെ എണ്ണം കുറയും. മെസ്സേജ് അയക്കാനുള്ള ആ തോന്നലില്ലാതാകും. വിധി എന്ന് നിങ്ങൾ കരുതിയ ആ കണക്ഷൻ വെറും ഒരു തോന്നൽ മാത്രമായിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവർ കൈക്കലാക്കി വെച്ചിരുന്ന നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം നിങ്ങൾക്ക് തിരികെ കിട്ടും. ഈ ആഴ്ച നിങ്ങളൊരു കാര്യം ചെയ്യുക. ഈ പറയുന്ന 4 കാര്യങ്ങളില്ലേ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കുക. എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഒരൊറ്റ കാര്യം മാത്രം.
അവരെ നിരന്തരം ഫോളോ ചെയ്യുന്ന ആ സോഷ്യൽ മീഡിയ ആപ്പ് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുക. അതും അല്ലെങ്കിൽ അവരുടെ അപ്ഡേറ്റുകൾ നോക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്ന ഏതെങ്കിലും ഒരു ബൗണ്ടറി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങളുടെ ഉള്ളിൽ വന്ന മാറ്റം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ എന്നോട് പറയുക. അവരെ നോക്കാനുള്ള ആ വല്ലാത്തൊരു തോന്നൽ കുറഞ്ഞോ? മനസ്സിന് കുറച്ചുകൂടി ശാന്തത തോന്നുന്നുണ്ടോ? ഈ ഒരു അഡിക്ഷന് പിന്നാലെ പോകുന്നത് നിർത്തിയപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മെന്റൽ എനർജി തിരികെ കിട്ടിയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകുക. നിങ്ങൾക്ക് ടെലിപ്പതിയോ മാജിക്കോ ഒന്നും അല്ലായിരുന്നു. നിങ്ങൾ വെറും ഒരു കെണിയിൽ പെട്ടുപോയതായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തിടക്കാൻ പറ്റും. ആദ്യത്തെ ചുവടുവെപ്പ് എപ്പോഴും കടുപ്പമുള്ളതായിരിക്കും, പക്ഷേ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതെന്നെക്കുറിച്ചാണല്ലോ എന്ന് തോന്നുന്നെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.